പോറ്റിയെ കയറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ. ആര് പോറ്റിയെ കയറ്റി? ആരൊക്കെ പ്ലാൻ ഇട്ടു? ഏതൊക്കെയാണ് വൻ തോക്കുകൾ? ഉണ്ണികൃഷ്ണ പോറ്റിയുടെ ഇടവും വലവും മുകളിലും താഴെയായിട്ട് ആരാണ് ഈ പ്ലാനിങ്ങിന് കൂട്ടുനിന്നത്? ഉണ്ണികൃഷ്ണ പോറ്റിയാണോ ഇതിൽ മെയിൻ റോള്, അതോ വമ്പന്മാരുടെ ലിസ്റ്റ് എന്തൊക്കെ? ഇതിനൊന്നും ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ ആ പാട്ടിൽ ആ വരി മാത്രം നമ്മൾ എടുത്താൽ മതി, ബാക്കി വരികളൊന്നും എടുക്കേണ്ട ഒരു കാര്യമില്ല. SIT ലിറ്ററലി നൂല് പൊട്ടിയ പട്ടം പോലെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ച് പേരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ദിലീപിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണോ കോൺസ്പിരസി തെളിയിക്കാൻ പറ്റാത്തത്, ഒരു കോടതിയിൽ ഫസ്റ്റ് കോൺസ്പിരസി തെളിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. കോൺസ്പിരസി തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ പത്മകുമാർ മുതൽ വാസു മുതൽ മുരാരി ബാബു മുതൽ ഇതിനകത്ത് പിടിച്ചിട്ടുള്ള ബെല്ലാരി ആ ജ്വല്ലറി ഉടമ വരെ ഇറങ്ങിപ്പോരും. ഉണ്ണികൃഷ്ണ പോറ്റി ചിലപ്പോൾ അകത്ത് കിടന്ന, ചിലപ്പോൾ അകത്ത് കിടന്നാൽ കിടന്നു എന്നുള്ളതേ ഉണ്ടാവുള്ളൂ. ശബരിമലയിൽ നിന്ന് അയ്യപ്പൻ ഉള്ള സ്വർണം ഫുള്ള് മേത്തിട്ട് ശബരിമലയിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റി അയ്യപ്പൻ സ്വയം ഇറങ്ങി ഓടി എന്നുള്ള നറേറ്റീവ് ഇവന്മാർ അടിച്ചിറക്കും. ലാസ്റ്റ് ശബരിമലയിൽ ഇരിക്കുന്ന കള്ളനും ഈ പറഞ്ഞ അയ്യപ്പൻ തന്നെയാണെന്ന് പറയും. അയ്യപ്പൻ്റെ തലയിൽ കൊണ്ടുപോയി ഇടുവന്മാർ. അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിദേശ വ്യവസായിനെ കുറിച്ച് ഇവർ പറയുന്നുണ്ട്. ഹോട്ടലിൽ നിന്ന് D-Money എന്തോ ചാക്കിൽ കൊണ്ടുപോയിട്ട് കുറേ വിഗ്രഹവും സ്വർണവും കാണിച്ചു കൊടുത്തു എന്നോ അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. രമേശ് ചെന്നിത്തലയോട് പറഞ്ഞു, പിന്നെ അത് SITയോട് പറഞ്ഞു. ഈ വിദേശ വ്യവസായിയെ രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം, പത്രമാധ്യമങ്ങൾക്ക് ഇവിടെ അറിയാം. ഹാഷ്മി ഒരു വട്ടം പറയുന്നത് കേട്ടു, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏതോ ഒരു ബിസിനസ്. ഏത് റെപ്യൂട്ടഡ്? ഒരു സ്വർണ്ണ കൊള്ളക്കാരൻ, ഒരു വിഗ്രഹ കൊള്ളക്കാരൻ്റെ അടുത്ത് തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ ചെന്നിട്ട് ഡീൽ ഉറപ്പിക്കാൻ പോകുന്നതിനാണോ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇവിടുത്തെ വ്യവസായി? അയാളെ വിശ്വസിക്കാൻ പറ്റുമോ? അപ്പോൾ അയാൾക്ക് ഇതിനകത്തുള്ള റോൾ എന്താ? അയാളെ മാപ്പ് സാക്ഷിയാക്കിയിട്ടാണോ SIT ഈ സാധനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അപ്പോൾ ആ ഡീലിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് തിരുവനന്തപുരത്ത് വെച്ച് നടന്നത്? അപ്പം അങ്ങനെ കുറേ ചോദ്യങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടാനുണ്ട്. പത്മകുമാർ പറഞ്ഞ ദൈവതുല്യരായിട്ടുള്ള ആളുകൾ, ഉണ്ണികൃഷ്ണ പോറ്റിയുടെ മുകളിലുള്ള ദൈവതുല്യരായിട്ടുള്ള ആളുകൾ ആരൊക്കെ? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരമ്പലത്തിലെ ദൈവതുല്യരായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ആ വിഗ്രഹത്തിന് അഭിഷേകം ചെയ്ത് പൂജ ചെയ്യുന്ന അവിടുത്തെ പൂജാരിമാരാണേ. എനിക്കതിലും കൂടുതലൊന്നും ഒരു ദൈവതുല്യരായിട്ടുള്ള ഒരാൾ അമ്പലത്തിൽ വേറെ ആളെ എൻ്റെ കണ്ണിൽ കാണാൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ ശബരിമലയിലെ തന്ത്രിമാരെ എന്തുകൊണ്ട് പ്രോപ്പറായിട്ട് SIT ഒരു വട്ടം വിളിച്ച് ചോദ്യം ചെയ്തതാണോ അതോ വിളിച്ച് വരുത്തിയിട്ട് തന്ത്രി വരുവോ ഇരിക്കുക എന്താപ്പോൾ ഉണ്ണികൃഷ്ണ പോറ്റീനെ അറിയോ ഇങ്ങനെ ചോദിച്ചു വിട്ടതാണോ നമുക്കറിയില്ലല്ലോ. കാരണം തന്ത്രി പുറത്തിറങ്ങിയിട്ട് ഒരുമാതിരി എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മീഡിയക്കാരും സ്കൂട്ടടിച്ച് പോയി. അപ്പോൾ ഇതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. ഇപ്പോൾ ഈ 1-ാം തീയതി ന്യൂ ഇയറിൻ്റെ അന്ന് നമ്മൾ കേട്ടെന്താ? ശബരിമലയിൽ വൻകൊള്ള, ശിവ വ്യാളി രൂപങ്ങളിലെ സ്വർണം കവർന്നു, പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കൊള്ളയടിച്ചു, 7 പാളികളിലെ സ്വർണം നഷ്ടമായെന്ന് കണ്ടെത്തൽ. എന്നായിരുന്നു പറഞ്ഞല്ലോ, ഇത് ഒന്നില്ലെങ്കിൽ ശബരിമലയിലെ അയ്യപ്പൻ തന്നെ ഇറങ്ങി ഓടി. ഈ കാട്ട് കള്ളന്മാരും കൊള്ളക്കാരും ഇപ്പം അയ്യപ്പൻ ഇരിക്കുമോ? ഭക്തർ പിന്നെ അവിടെ പോയിരുന്ന് ഇനി കുറേ വിളിച്ചു പോയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇല്ലാത്ത ആളടുത്ത് പോയി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഈ കള്ളന്മാരുടെ ഇടയിലും അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഈ കള്ളന്മാരുടെ ഇടയിൽ പോയി നിൽക്കൂ. അല്ലെങ്കിൽ ഇനി ഇവർ പറഞ്ഞുണ്ടാക്കും ശബരിമലയിലെ സ്വർണം കൊണ്ടുപോയത് ഇറങ്ങിപ്പോയപ്പോൾ അയ്യപ്പൻ കൊണ്ടുപോയതുള്ളൂ, നേരത്തെ പറഞ്ഞ പോലെ ആ രീതിക്കൊക്കെ പോകും. ഇപ്പം എന്താണെങ്കിലും ഇതിനിടയിൽ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? കടകംപള്ളീനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്തെങ്കിലും ആയോ? ഇല്ല, അതും അങ്ങനെ ഒരു സൈഡിൽ പോയി. ഇനിയാണ് ഇന്ന് വന്ന മെയിൻ ബ്രേക്കിംഗ് ന്യൂസ്. ഉണ്ണികൃഷ്ണ പോറ്റി 2007 ശബരിമലയിൽ ഉണ്ട്. അതിൻ്റെ ഫോട്ടോസ് മാതൃഭൂമി ന്യൂസ് പുറത്ത് വിടുന്നു. 2007 ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണ പോറ്റി അവിടെ ഉണ്ടെന്നുള്ളത് പത്മകുമാർ പറയുന്നുണ്ട്. ഏത് തന്ത്രി, മനസ്സിലായോ? ആര് കൊണ്ടുവന്നു എന്നുള്ളതും പത്മകുമാർ പറയുന്നുണ്ട്. അതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഫോട്ടോഗ്രാഫ് 2007 തൂക്കി പിടിച്ച് കൊടുത്തു. അതെങ്കിൽ എത്തിയില്ലോ മീഡിയ, നല്ല കാര്യം. നമുക്ക് ആദ്യം ആ ന്യൂസ് ഒന്ന് കേൾക്കാം. ശബരിമലയിൽ എത്തിയപ്പോഴേ മുഖ്യ സഹായിയുടെ റോളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്. 2007 ഉത്സവത്തിനായി നട തുറന്നപ്പോഴാണ് ഈ സ്ഥാനത്തേക്ക് എത്തുന്നത്. ഉത്സവത്തിന്റെ ഭാഗമായുള്ള ശ്രീഭൂതബലി എഴുന്നള്ളത്തിൽ മൂലബിംബവും വഹിച്ച് മേൽശാന്തി ഈശ്വരൻ നമ്പൂതിരി ക്ഷേത്രത്തെ വലം വയ്ക്കുമ്പോൾ തൊട്ടു മുന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണാം. സോപാനത്ത് തന്ത്രി കണ്ഠരര് രാജീവരെ നമസ്കരിക്കുമ്പോൾ മേൽശാന്തിയുടെ പിന്നിലും പോറ്റിയുണ്ട്. ബലി തൂവുമ്പോൾ തന്ത്രിയുടെ തൊട്ടു പിന്നിലാണ് പോറ്റിയുടെ സ്ഥാനം.
സഹായിയുടെ റോൾ അധികാരസ്ഥാനങ്ങളുമായി അടുപ്പം പുലർത്താനുള്ള ചവിട്ടുപടിയാക്കി മാറ്റി. ബന്ധം കൂടുതൽ ദൃഢപ്പെട്ടതോടുകൂടി പൂജാരിയിൽ നിന്നും സ്പോൺസർ എന്ന നിലയിലേക്ക് സ്വയം മാറുകയും ചെയ്തു. ബംഗളൂരു ശ്രീരാംപുര ക്ഷേത്രത്തിലെ പൂജാരി സ്ഥാനത്തു നിന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വരവ്. സ്വർണ്ണക്കൊള്ളക്കേസിൽ പിടിയിലായ ജ്വല്ലറി ഉടമ ഗോവർദ്ധനുമായി പോറ്റിക്ക് അന്നേ പരിചയമുണ്ടായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. പങ്കജ് ഭണ്ഡാരിയുമായി പോറ്റി അടുപ്പമുണ്ടാക്കിയത് ഗോവർദ്ധൻ വഴിയും. ഇതാണ് മാളികപ്പുറം ക്ഷേത്രത്തിന്റെ മേൽക്കൂര സ്മാർട്ട് ക്രിയേഷൻ സ്വർണം പൂശുന്നതിന് വരെ വഴിതെളിച്ചത്. എങ്ങനെ ഇരിക്കുന്നു? ഇപ്പം 2007 ഇയാൾ ഉണ്ട് എന്നുള്ളത് ഏറെക്കുറെ ഇപ്പം മീഡിയ ഉറപ്പുവരുത്തി. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, പത്മകുമാർ ക്ലിയർ ആയിട്ട് അയാൾ അറസ്റ്റിലാവുന്നതിന് മുമ്പ് മീഡിയയ്ക്ക് കൊടുത്ത ബൈറ്റിനകത്ത് 2007 ഈ പറഞ്ഞ പോറ്റി അവിടെ എങ്ങനെ എത്തി എന്നുള്ളതിനെക്കുറിച്ച് ക്ലിയർ കട്ട് ക്ലാരിറ്റിയിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഞാനിവിടെ എഗെയിൻ പ്ലേ ചെയ്യുന്നു. അന്വേഷിക്കാൻ പറ്റുന്നവർ അന്വേഷിക്കുക. എന്നെ ഒറ്റതിരിച്ചാക്രമിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഒറ്റതിരിച്ചാക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഒക്കില്ല. നിയമവിരുദ്ധമായി ഞാനൊന്നും ചെയ്തിട്ടില്ല. അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ എനിക്ക് ഇപ്പൊ പറഞ്ഞല്ലോ, ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു ഫേവറും ചെയ്തിട്ടില്ല. അയാൾ 2007 ആലപ്പുഴക്കാരനൊരു തിരുമേനിയുടെ ആളായിട്ടാണല്ലോ 2007 ശബരിമല വന്നതായിട്ട് മനസ്സിലാക്കുന്നത്. അച്യുതൻ തിരുമേനിയോ എന്തോ പറഞ്ഞിട്ട് ഒരാളുടെ ആളായിട്ടാണ് വരുന്നത്. അതിനു മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയായിരുന്നു എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എങ്ങനെ? അതിനു മുമ്പ് എവിടെയായിരുന്നു? അത് 2007 ഉണ്ണികൃഷ്ണൻ പോറ്റി. ഞാന് ഇങ്ങനെ ഇതിപ്പോ ബഹുമാനപ്പെട്ട കോടതിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വല്ല എഫ്ഐആറിനകത്ത് വരികയാണെങ്കിൽ അവിടെ പറയാനിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും 2007 ഇയാൾ ശബരിമലയ്ക്ക് വരുന്നത്. ശബരിമലയിലെ എന്താ പറഞ്ഞേ, കേശാന്തിയുടെ സഹായിയായിട്ടാണ് വരുന്നത്. ഇദ്ദേഹം ശബരിമല വരുന്ന 2007 മുമ്പ് എവിടെയായിരുന്നു? അതെങ്കിലും ഒന്ന് കൊടുക്കണം സത്യസന്ധമായിട്ട്. ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലായിരുന്നു. ആ ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നാണ് ഇയാൾ ശബരിമല കേശാന്തിയുടെ സഹായിയായിട്ട് വരുന്നത്. അവിടെ തന്ത്രമാർക്കായിരുന്നു ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തില്. നിങ്ങളുടെ പങ്കല്ലല്ലോ എന്റെ പങ്ക്. നിങ്ങളുടെ പങ്കല്ല എന്റെ പങ്ക്. അതിനകത്ത് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്നത് 2007 ആലപ്പുഴക്കാരനൊരു കേശാന്തിയുടെ സഹായിയായിട്ടാണ് വരുന്നത്. അതിനു മുമ്പ് അദ്ദേഹം ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് അവിടെ കൂടെ പോയി അന്വേഷിച്ചിട്ട് പിന്നെ എന്തൊക്കെ വന്നാൽ ഞാൻ പറയാം. അല്ല, അതെ, അതാണ് അവിടെ അന്ന് ആരായിരുന്നു തന്ത്രി എന്നുള്ളത് അന്വേഷിക്കണം. ആരൊക്കെ തമ്മിലാണ് നേരത്തെ പരിചയം ഉണ്ടായിരുന്നത് എന്നുള്ളത് അന്വേഷിക്കണം. ഈ കാര്യങ്ങളൊക്കെ വരട്ടെ. അപ്പൊ വെളി വരുമ്പോ ഇതൊക്കെ തന്നെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ പത്മകുമാറാണ് മുഴുവൻ. അങ്ങനെ ആക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. എല്ലാം പത്മകുമാറിന്റെ മാധ്യമങ്ങൾ ആ നിലയ്ക്ക് ശക്തമായി ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. 2007 ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂർ ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് ശബരിമലയിലേക്ക് വരുന്നു, ആലപ്പുഴയുള്ള വേറൊരു തന്ത്രി വഴി. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇയാൾ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി മീഡിയക്കാർക്ക് ഇത് ഇപ്പം എന്നെ കൊണ്ടെന്തായാലും അന്വേഷിക്കാൻ പറ്റില്ല. ഇത് വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് വീഡിയോയിൽ ഇടുന്നത്. നിങ്ങളൊന്ന് അന്വേഷിച്ച് പോ. ജാലഹള്ളിയിലും ശ്രീരാംപുരയിലുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ 2007 തന്ത്രിമാരാരൊക്കെ? കേരളത്തിൽ നിന്ന് അവിടെ പോയി പൂജ ചെയ്ത തന്ത്രിമാരാരൊക്കെ? ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് ഇവിടെയുള്ള മിനിസ്റ്റേഴ്സോ MLAയോ MP യോ രാഷ്ട്രീയക്കാരോ ഇല്ലെങ്കിൽ ബിസിനസ്സുകാരോ ഇവരെ ആയിട്ടല്ല അയാളുടെ ബന്ധം വരുന്നത് തന്ത്രിമാരിൽ നിന്നാണ്. ഇത് മറ്റേ എന്താ പറയാ, പകല് പോലെ അത്രയും ക്ലിയർ അല്ലേ? ദൈവതുല്യരാര് എന്നുള്ളത് വളരെ ക്ലിയർ അല്ലേ? പത്മകുമാർ ഇതിലെല്ലാം പറയുന്നില്ലേ? എന്നിട്ടും ഇവിടെയുള്ള മീഡിയാസിന് ഇതിന്റെ പിന്നാലെ പോവാൻ വയ്യേ? ഇനിയും വേണോ ക്ലാരിറ്റി? ഇനിയും വെക്കാം. ആഗസ്റ്റ് മാസം 25-ാം തീയതിയായിരുന്നു കണ്ടർ രാജീവരുടെ മകന്റെ വിവാഹം. തിരുവല്ല ഇടിഞ്ഞില്ലം വിജയ കൺവെൻഷൻ സെന്ററിൽ നടന്ന വിവാഹ ചടങ്ങിൽ ക്ഷണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉണ്ടായിരുന്നു. കേവലം പങ്കെടുക്കുക മാത്രമല്ല, മറിച്ച് പ്രധാനപ്പെട്ട അതിഥികളെ സ്വീകരിക്കുന്നതിനടക്കം അദ്ദേഹത്തിന്റെ പങ്ക് ഉണ്ട് എന്നുള്ളതാണ് ആ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ആളുകളും നമുക്ക് ലഭ്യമാകുന്ന വിവരം. മറ്റൊന്ന്, ഈ ദൃശ്യങ്ങളിൽ ചിലത് ദേവസ്വം മന്ത്രി VN വാസവൻ തന്നെ തന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ആഗസ്റ്റ് മാസം 25-ാം തീയതി അദ്ദേഹം കണ്ടർ
രാജീവരുടെ മകൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു എന്ന് പറയുകയും വധൂവരന്മാർക്ക് ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുന്നു എന്ന ഉള്ളടക്കത്തോടുകൂടി പോസ്റ്റ് ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഉള്ളടക്കത്തിലാണ് പ്രധാനപ്പെട്ട ചില ചിത്രങ്ങൾ കൂടി വന്നിട്ടുള്ളത്. ആ ചിത്രങ്ങളിൽ വാസവൻ മന്ത്രിക്കൊപ്പം നിൽക്കുന്നവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായി നമുക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കാണാൻ സാധിക്കുന്നു. മറ്റൊന്ന്, തന്ത്രി കുടുംബവുമായും അതോടൊപ്പം തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിച്ച ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഏറ്റവും അടുത്ത ബന്ധമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത്, ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്ത്രി കുടുംബങ്ങളിലെ പ്രധാനപ്പെട്ട ആരും തന്നെ നിലപാട് സ്വീകരിക്കുകയോ പരസ്യമായ ഒരു പ്രതികരണത്തിന് തയ്യാറാവുകയോ ചെയ്യാത്തതിൻ്റെ പശ്ചാത്തലവും ഈ പുറത്തു വന്ന ദൃശ്യങ്ങൾ തെളിവായി വരുന്ന അടുത്ത ബന്ധം തന്നെയാണ് എന്ന് തന്നെ സംശയിക്കേണ്ടി വരും. തന്ത്രി കുടുംബത്തിലെ ഒരു തന്ത്രി കുഞ്ഞൻ്റെ കല്യാണത്തിന് പ്രധാനമായി ഈ വരുന്ന ക്ഷണിക്കപ്പെട്ട അവിടുത്തെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള രാഷ്ട്രീയക്കാരെയും ബിസിനസ്സുകാരെയും വെൽക്കം ചെയ്യുന്നത് ഉണ്ണികൃഷ്ണ പോറ്റിയാണ്. നമ്മളൊക്കെ ഇപ്പോൾ നമ്മുടെ ബന്ധുവിൻ്റെ വീട്ടിലോ നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലോ ചെന്നിട്ട് അവിടെ നമ്മളുടെ സ്വന്തം ആൾക്കാരെ കല്യാണമാണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക, പുറത്തുനിന്ന് വരുന്നവരെ നമ്മൾ വെൽക്കം ചെയ്യുക, അല്ലേ? ഇതിപ്പോൾ അതല്ല ഉണ്ടായേ. ഉണ്ണികൃഷ്ണ പോറ്റി അവിടെ നിന്ന് തന്ത്രിയുടെ മകൻ്റെ കല്യാണത്തിന് മൊത്തം കാര്യങ്ങൾ നോക്കി നടത്തുകയാണ്. മന്ത്രി അടക്കമുള്ളവരെ അങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുവന്ന് അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നു, അത് പോസ്റ്റ് ചെയ്യുന്നു. ഇതിനകത്ത് പത്മകുമാറുണ്ട്, വാസവനുണ്ട്, ഉണ്ണികൃഷ്ണ പോറ്റിയുണ്ട്, തന്ത്രിയുണ്ട്. ഇതൊന്നും കണ്ടിട്ട് ഇവിടുത്തെ മീഡിയയ്ക്ക് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ? അല്ലെങ്കിൽ ഇവിടുന്ന് എന്തെങ്കിലും ഒരു തുരുമ്പ് ഏതെങ്കിലും ഒരു കേസിന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് അമേരിക്കയിൽ വരെ റൂട്ട് മാപ്പ് വരയ്ക്കുന്ന പല മീഡിയാസ് ഇവിടെ ഉണ്ട്. ഈ മീഡിയാസ് ആയ നിങ്ങൾക്ക് ഈ ജാലഹള്ളിയിലും ശ്രീരാംപുരിയുള്ള ഈ ബാംഗ്ലൂർ തൊട്ടടുത്ത് കിടക്കുന്ന ജാലഹള്ളി ശ്രീരാംപുരിയുള്ള അവിടുത്തെ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നിട്ട് 2007 ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയാം, 2007 ശബരിമലയിൽ ഇവർ കൊണ്ടുവന്ന് പ്ലാൻ ചെയ്ത ഈ ഉണ്ണികൃഷ്ണ പോറ്റി ജലഹള്ളിയിലും ഈ പറഞ്ഞ ശ്രീരാംപുരയിലുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ അവിടെ ഒരു ടൈം വരെ അയാളുള്ളൂ. ഓക്കെ, ആ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇയാൾ ഇവിടെ ഉണ്ട് കേരളത്തിൽ. ഇതിൻ്റെ പ്ലാനിങ് നടന്നത് കേരളത്തിലാണ്. ഇയാൾ അവിടുന്ന് കൊണ്ടുവന്നത് ഇവിടെ വെച്ച് പ്ലാൻ ചെയ്ത് 2007 ഇയാളെ കയറ്റി വിട്ടതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഇത് കേരളത്തിൽ ശബരിമലയിൽ പ്ലാൻ ചെയ്ത് അടിച്ചു മാറ്റാൻ ഇത്രയും പ്ലാൻ ചെയ്ത് ഇത്രയും വർഷമെടുത്ത് ചെയ്തിട്ടുള്ള ഇവർ വർഷങ്ങളായിട്ട് ഇത് പല അമ്പലങ്ങളിൽ നിന്നും പ്ലാൻ ചെയ്ത് അടിച്ചു മാറ്റിയിട്ടുണ്ടാവും ഇതുപോലെ സിമിലറായിട്ട്. ഇനി ജാലഹള്ളിയിലും ശ്രീരാംപുരിയുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി അന്വേഷിക്കണം അവിടെ നിന്ന് എന്തൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളത്. മനസ്സിലായില്ലേ? പിന്നെ ഇവരൊക്കെ എല്ലാവരും കണക്റ്റാക്കി നിൽക്കുന്ന ഒരൊറ്റ കാര്യം എന്താ, തന്ത്രി. മനസ്സിലായോ? ഈ ബെല്ലാരിയുള്ള സ്വർണ്ണക്കടക്കാരൻ്റെ സ്വർണ്ണക്കടയിലും അയാളുടെ സ്ഥാപനത്തിലും വീട്ടിലും പൂജ ചെയ്യാനും മന്ത്രം ചെല്ലാനും പോയത് തന്ത്രി. ഇവിടെ എല്ലായിടത്തും തന്ത്രിമാരുടെ സാന്നിധ്യം വളരെ ക്ലിയർ ആൻഡ് എവിഡൻ്റ് ആണ്. എന്നിട്ട് പോലും ഇവിടുത്തെ മീഡിയാസിനോ ബാക്കിയുള്ളവർക്കോ ഈ കാര്യങ്ങളിൽ ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഈ തന്ത്രിമാരുടെ നേരെ നിങ്ങൾക്ക് ഒരു വിരൽ പോലും ചൂണ്ടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് ഈ തന്ത്രിമാർ എത്ര പവർഫുള്ളാന്നുള്ളത്. കാരണം അവർ പിടിക്കപ്പെട്ടാൽ അതിനു മുകളിൽ ആര്? ഉണ്ണികൃഷ്ണ പോറ്റിക്ക് മുകളിൽ ഞാൻ ഉറപ്പ് പറയാം തന്ത്രിമാരാണ്. ഒരു തന്ത്രിന് പേരെടുത്ത് ഞാൻ പറയുന്നില്ല, തന്ത്രിമാരാണ്. ആ തന്ത്രിമാർക്ക് മുകളിൽ ആര് എന്നുള്ളത് മാത്രമേ ഇനി SIT കണ്ടുപിടിച്ചാൽ മതി. അതൊക്കെ നടക്കുമെന്നുള്ളതൊന്നും എനിക്കറിയാൻ പാടില്ല. പത്മകുമാർ പറഞ്ഞത് ഞാൻ വീണ്ടും വയ്ക്കാം. ശബരിമല ഉണ്ടായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളുടെ ഉത്തരവാദിത്തം 2019 ഭരണസമിതിക്കാണോ? ഈ അവതാരങ്ങളെ മുഴുവൻ അവിടെ കൊണ്ടുവന്നത് 2019 ഭരണസമിതിയാണോ? അല്ലല്ലോ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി 2007 ശബരിമല വന്ന ആളാണ്. 2007 മുതൽ അവിടെ ഉള്ള ആളാണ്. അതെങ്ങനെയാണ് 2017-19 നിന്ന ഭരണസമിതി മാത്രം അതിന് മറുപടി പറയേണ്ട സാഹചര്യം വരിക? നമ്മളെക്കാളിലൊക്കെ വേറെ ബന്ധങ്ങളുള്ളവരുണ്ടല്ലോ അവിടെ, അവരൊക്കെ മറുപടി പറയേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ ഇതിനകത്ത് സത്യം തെളിയും. ആ സത്യം തെളിയുമ്പം മറുപടി പറയേണ്ടവരെല്ലാം പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല. എൻ്റെ ഭരണകാലത്ത് ശബരിമല ക്ഷേത്രത്തിനെതിരായി അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും പെശകുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണല്ലോ.
കോടതി തീരുമാനിക്കട്ടെ, അപ്പോൾ നമുക്ക് പറയാം. എൻ പത്മകുമാർ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത് എൻ്റെ ഭരണകാലത്ത് മാത്രമല്ല, 2007 അയാളെ കൊണ്ടുവന്നവർ പറയട്ടെ എന്ന് തന്നെയാണ് പത്മകുമാർ പറയുന്നത്. മനസ്സിലായില്ലേ? പോറ്റിയെ പരിചയപ്പെടുത്തിയത് കണ്ഠരര് രാജീവർ. പാളി ചെന്നൈയിലേക്ക് കൊടുത്തുവിടാൻ തന്ത്രിമാർ അനുമതി നൽകി. ഒരു ലോജിക്ക് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി. ഇപ്പോൾ ശബരിമല അമ്പലത്തിൽ പാളിക്കോ വിഗ്രഹത്തിനോ അതിൽ കെട്ടിവെച്ച വേറെ എന്തെങ്കിലും ഒരു ഐറ്റത്തിന്, ഓക്കെ, ദൈവീകമായിട്ട് കണക്കാക്കുന്ന എന്തൊരു ഐറ്റവും സ്വർണം പൂശി അവിടെ സ്വർണത്തെ കെട്ടിവെച്ചിട്ടുണ്ടാവും. ആ ഐറ്റത്തിന് എന്ത് കേടുപാട് സംഭവിച്ചു എന്നുള്ളത് പ്രഥമ ദൃഷ്ടിയാൽ പറഞ്ഞ് ഉദ്യോഗസ്ഥ വൃന്ദത്തിനെ അറിയിക്കേണ്ടത് ആരാ? തന്ത്രിമാരാണ്. തന്ത്രിയാണത് ചെയ്യുക. അതിനുശേഷമാണ് ഇത് പേപ്പറിൽ ഡോക്യുമെൻ്റ് ആയിട്ട് ഒപ്പും സാധനങ്ങളുമായിട്ട് ഉദ്യോഗസ്ഥരുടെ കയ്യിലെത്തുള്ളൂ. ഇത് ഉദ്യോഗസ്ഥരുടെ മുന്നിലെത്തുന്നതിന് മുമ്പ് ഇതിന് കേടുപാടുണ്ട്, ഇതിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്, ഇത് മാറ്റണം എന്ന് പറയുന്നത് ഹോം ഹ്രീം ബൂം ഹ്രീം എന്ന് പറയുന്ന ഈ തന്ത്രിമാരാണ്. അവിടെ കണ്ടു, സ്വപ്നത്ത് കണ്ടു, മറ്റേ പ്രശ്നം വെപ്പിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇത് മാറ്റണം അത് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ചെയ്യിക്കൽ ഇവരാണ്. ഇന്നാരും ഈ അന്വേഷണം ഇവരിലേക്ക് എത്തില്ല എന്നൊക്കെ പറയുന്നത് ലോക കോമഡി ആയിട്ടാണ് മക്കളെ തോന്നുന്നത്. ഇനി ഇതിനിടയിൽ തന്ത്രീനെ വിളിച്ചിട്ട് ഇവരൊന്ന് ചോദ്യം ചെയ്തതല്ല, ജസ്റ്റ് വിളിച്ചിട്ട് ഒരു കുശലാന്വേഷണം ചോദിച്ച് വിട്ടിട്ടുണ്ട് SIT. അന്നത്തെ കുറച്ച് വിഷ്വൽസ് ഞാൻ വയ്ക്കാം. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം എന്ന കാര്യം 2 തന്ത്രിമാരും സ്ഥിരീകരിച്ചിരിക്കുന്നു അന്വേഷണ സംഘത്തിന് മുൻപാകെ. അതായത് തന്ത്രി കണ്ഠരര് രാജീവര്, മോഹനര്, ഇവർ 2 പേരും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം എന്ന കാര്യമാണ് പ്രത്യേക അന്വേഷണ സംഘത്തോട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപ്പോൾ തന്ത്രിമാരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പത്മകുമാറിനെ ചോദ്യം ചെയ്യുക എന്നതിലേക്കാണ് അന്വേഷണ സംഘം ഇനി നീങ്ങാൻ പോകുന്നത്. SIT കണ്ടു. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദവിവരങ്ങളൊന്നും തരാൻ പറ്റത്തില്ല, എനിക്ക് നിയന്ത്രണങ്ങളുണ്ട്. താന്ത്രിക വിധി പ്രകാരമുള്ള കാര്യം മാത്രമല്ല നമ്മൾ ശബരിമല ചെയ്തിട്ടുള്ളൂ. പിന്നല്ല, അത്രേ ഉള്ളൂ. അതിന് കൂടുതലൊന്നുമില്ല. കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമേ ഉള്ളൂ. സ്ഥാപന ജംഗമ സ്വത്തുക്കളൊക്കെ ദേവസ്വം ബോർഡിന്റെ കസ്റ്റഡിയിലാണ്. അല്ല, നമുക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഉണ്ണികൃഷ്ണൻ പറ്റി അവിടെ വർക്ക് ചെയ്ത ആളല്ലേ, എനിക്കറിയായിരിക്കും. ഞാനല്ല കൊണ്ടുവന്നത്, അതൊക്കെ SITയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുന്നു. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ ഒക്കത്തില്ല. അത് ഞാനെങ്ങനെ അറിയാനാ? ദൈവതുല്യന എത്രയോ പേരുണ്ട്. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം തേടിയെത്തിയ ഒരു വ്യക്തിയാണ് ജ്വല്ലറി ഉടമയായ ഗോവർദ്ധന്റെ വീട്ടിൽ പൂജ ചെയ്യാൻ തന്ത്രി പോയിട്ടുള്ള സാഹചര്യം നേരത്തെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയതാണ്. അത് കണ്ഠരര് മോഹനര് തന്നെ നേരത്തെ സമ്മതിച്ചിട്ടുള്ളതുമാണ്. ഗോവർദ്ധന്റെ വീട്ടിൽ 2 ദിവസത്തെ പൂജയാണ് അന്ന് നടന്നത്. ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിൽ കണ്ഠരര് മോഹനര് ദീപം തെളിയിക്കുന്ന വിവരവും ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതൊക്കെ സമ്മതിക്കുമ്പോൾ തന്നെ പോറ്റിയുടെ ചതികളെക്കുറിച്ച്, വഞ്ചനയെക്കുറിച്ച് തങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു എന്ന നിലപാടാണ് ഇപ്പോൾ തന്ത്രിമാർ സ്വീകരിച്ചിരിക്കുന്നത്. കണ്ഠരര് രാജീവർ ഒരു പൊടിക്ക് പോലും ചോദ്യം ചോദിക്കുന്നത് മീഡിയയുടെ നേരെ നോക്കുന്നില്ല. അയാളുടെ ബോഡി ലാംഗ്വേജ് തന്നെ ഇങ്ങനെ താന്ന് കളിക്കുന്ന. ഞാൻ അയാൾ കുറ്റം ചെയ്തവനാണ്, ഈ തട്ടിപ്പിൻ്റെ മെയിൻ അയാളെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ബോഡി ലാംഗ്വേജിൽ എനിക്ക് പേഴ്സണലി സംശയമുണ്ട്. ഇയാൾ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? അങ്ങനെയാണോ ഞാൻ ഈ കണ്ഠരര് രാജീവറിനെ പല പ്രാവശ്യമായിട്ട് മീഡിയയിൽ ഈ ശബരിമലയിൽ മറ്റേ തന്ത്രിമാരെ ഇയാളെ മകനേറ്റ് തന്ത്രിയാക്കി കയറ്റി എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ടായിട്ടുണ്ട് ഇതിനിടയിൽ. അപ്പം എന്നാലും പല പ്രാവശ്യം മീഡിയയിൽ ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് മീഡിയനെ നോക്കി സംസാരിക്കുന്ന ഒരാൾ ഇതൊരുമാതിരി പാനിക്കായിട്ട് എനിക്ക് നിങ്ങളുടെ ചോദ്യങ്ങളോട് ഉത്തരം പറയാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിൽ ഉറപ്പിച്ച് ഇങ്ങനെ നോക്കിപ്പോയി. ലാസ്റ്റിൽ സ്വാമിയെ ശരണം അയ്യപ്പ ഒറ്റ പോകും. ആ ബോഡി ലാംഗ്വേജ് തന്നെ എനിക്ക് ഫിഷിയാണ്. ഓക്കെ, ഇനി ഇതിലേക്ക് ഈ പറഞ്ഞ രാഹുൽ ഈശ്വർ, അല്ലെങ്കിൽ 100 നാവാണ് രാഹുൽ ഈശ്വർ തന്ത്രിയിലേക്ക് ചോദ്യം പോകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ എല്ലാത്തിനും വീഡിയോ ഇടുന്ന ഒരാളാണ് രാഹുൽ ഈശ്വറിന്. ഈ വിഷയത്തിൽ തന്ത്രിമാരെ കുറിച്ച് ഒന്നും പറയാനില്ല, ഒരു വീഡിയോ ചെയ്യാനില്ല. ആരെങ്കിലും ഇനി രാഹുൽ ഈശ്വറിനോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഈശ്വറിൻ്റെ ബോഡി ലാംഗ്വേജ് നിങ്ങൾ കണ്ടോ? സെയിം, ഒരേ കെട്ടാണ്, ഒരേ ബെൽറ്റാ, ഒരേ ഫാമിലിയാണ്. നിയമത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അറിഞ്ഞിരിക്കാനാണ് ലീഗൽ പൊസിഷൻ എന്ന് പറയുന്നത് തന്ത്രി റിച്വലിസ്റ്റിക് ഫാദറാണ്.
അതായത് തന്ത്രി ആചാര കാര്യങ്ങളിലോ ആത്മീയ കാര്യങ്ങളിലോ റിച്വലിസ്റ്റിക് ആയ റൈറ്റ്സിന്റെ കാര്യങ്ങളിൽ മാത്രം RITES അല്ല RITES ഇത്തരം കാര്യങ്ങളിൽ മാത്രമേ തന്ത്രിക്ക് അധികാരവുമുള്ളൂ ഉത്തരവാദിത്വവും ഉള്ളൂ. ബാക്കി ഒരു കാര്യത്തിലും തന്ത്രിക്ക് അധികാരവുമില്ല ഉത്തരവാദിത്വമില്ല. അത് ദേവസ്വം ഉദാഹരണം ശ്രീകോവിലിന് തന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല. ശ്രീകോവിൽ ഒരു ചോർച്ച ഉണ്ടായിരിക്കട്ടെ, ആ ചോർച്ച അടയ്ക്കാൻ പറയാനല്ലേ തന്ത്രിക്ക് പറ്റൂ? ആ ചോർച്ച അടയ്ക്കുന്ന പണിക്കാരന്റെ മികവ് തന്ത്രിക്ക് അളക്കാൻ പറ്റൂ? ശ്രീകോവിൽ ഒരു ചോർച്ച ഉണ്ടായി, ആ ചോർച്ച അടയ്ക്കാൻ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇത് ലീഗലി ടെനബിളായ പൊസിഷനല്ല. ഈ രണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും പറയാത്ത കാര്യങ്ങൾ ഇവർ പറയുന്നത് എന്തുകൊണ്ടാണ്? ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസിൽ ഹൈക്കോടതി പോലും പറയാത്ത വാദങ്ങൾ നിങ്ങൾ എവിടെന്നാ പറയണേ? തന്ത്രിയിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ രാഹുൽ ഈശ്വറിന്റെ ബോഡി ലാംഗ്വേജും അയാൾ ചെയ്യുന്ന ഡിഫൻസും നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരമ്പലത്തിൽ ശ്രീകോവിലിന് ചോർച്ച ഉണ്ടെങ്കിൽ ചോർച്ചയുണ്ട് എന്ന് തന്ത്രിക്ക് പറയാം. ബാക്കി മൊത്തം ഉദ്യോഗസ്ഥരാണ് ചെയ്യേണ്ടത്. സ്വർണം മങ്ങി എന്നുണ്ടെങ്കിൽ മങ്ങി എന്ന് പറയാം. സ്വർണം എപ്പോൾ മങ്ങും? അപ്പോൾ ഈ പറഞ്ഞ ശബരിമലയിൽ എന്ത് സാധനം മാറ്റണമെങ്കിലും എന്ത് മെയിൻ്റനൻസ് ചെയ്യണം എന്നുണ്ടെങ്കിലും ഫസ്റ്റ് പ്രൈമറി തുടക്കം വരുന്നത് എവിടുന്ന? തന്ത്രിയിൽ നിന്നാണ്. തന്ത്രി പറയും അത് മങ്ങിയിട്ടുണ്ട്, അത് പൊട്ടിയിട്ടുണ്ട്, അത് മാറ്റണം, അതിന് ചോർച്ചയുണ്ട്, അതിന് വിള്ളലുണ്ട്. അതങ്ങോട്ട് പറയും. അത് പറഞ്ഞതിന് ശേഷമാണ് പിന്നെ എന്ത് ഉദ്യോഗസ്ഥരുടെ അടുത്ത ബെൽറ്റിൻ്റെ പരിപാടി തുടങ്ങുന്നത്. ഇത് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ച ഒരാൾക്ക് മനസ്സിലാവുന്ന കാര്യമല്ലേ മിസ്റ്റർ രാഹുൽ ഈശ്വർ? എന്തിനാ മെഴുകാൻ നിൽക്കുന്നത്? എത്തും. ഹൈക്കോടതി സ്വമേധയാ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതി ഇതിലേക്ക് എത്തണം. അതിനെങ്ങനെ എത്താൻ സമ്മതിക്കുന്നില്ലല്ലോ. SIT വീണ്ടും കയറ്റിയിരിക്കുകയാണ് ഏതോ 2 ഉദ്യോഗസ്ഥരെ. എന്നിട്ട് വിനു പറയുന്നുണ്ട് ഇന്നലെ മറ്റേ ഏഷ്യാനെറ്റ് ന്യൂസിലെ ഈ 2 ഉദ്യോഗസ്ഥരെ കയറ്റിയത് അവിടുത്തെ SIT-നകത്തുള്ള മെയിൻ കാര്യങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ഇൻസൈഡ് ന്യൂസ് വിനു ജോണിന് കിട്ടിയെന്നുള്ളത്. അത് ഞാൻ അവിടെ വെക്കുന്നില്ല, അതൊക്കെ നല്ല ന്യൂസിൽ അവർ പറഞ്ഞിട്ട് പോയതാണ്. അപ്പം എന്താണെങ്കിലും തന്ത്രിമാരിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അടിമുടി വിറയ്ക്കലാണ് ഇവിടെ നമ്മൾ ഇത്രയും ദിവസങ്ങളിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞല്ലോ തന്ത്രിക്ക് തന്ത്രം മാത്രമാണ്, അവിടെയുള്ള റിച്വൽസിൻ്റെ മുകളിൽ മാത്രമാണ് അവർക്ക് പിടിപാടുള്ളത്. അത് വിട്ട് അഡ്മിനിസ്ട്രേഷനിലോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾക്കോ അവിടെ പിടിപാടില്ല എന്നുള്ളത്. കൊടിമരത്തിലെ പഴയ വാജിവാഹനം തൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത് കണ്ഠരര് രാജീവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടൈമിൽ ഈ വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ. അപ്പോൾ കൊടിമരത്തിലുള്ള പഴയ വാജിവാഹനം, ഇഫ് ഐ എം നോട്ട് റോങ്, അത് സിൽവറാണ് തോന്നുന്നു, 10-40 കിലോ ഉള്ള സിൽവർ. അത് വാജിവാഹനം അപ്പം എങ്ങനെ ഇയാളുടെ കയ്യിൽ വെക്കാൻ പറ്റും? മനസ്സിലായത്? എങ്ങനെ ഇയാളുടെ കയ്യിൽ വെക്കാൻ പറ്റും? അപ്പോൾ അത് ദേവസ്ഥത്തിന് തിരിച്ചു കൊടുക്കണ്ടേ? ഇയാൾ വന്നത് തിരിച്ചു കൊടുക്കാം എന്നുള്ളൊരു ക്ലെയിം പറഞ്ഞതായിട്ട് ന്യൂസിൽ തന്നെ കിടക്കുന്നുണ്ട്. അത് കണ്ഠരര് രാജീവർ തന്നെ വന്ന് പറഞ്ഞതിൻ്റെ ക്ലിപ്പും ഉണ്ട്. വാജിവാഹനം അത് തന്ത്രിയുടെ ഉപയുക്തമാണ്. പഴയ ഒരു കൊടിമരം മാറ്റി കഴിഞ്ഞാൽ അതിന്റെ വാഹനം ഏതായാലും അതാണ് ക്ഷേത്രത്തിലെ തന്ത്രിയുടെ ഉപയുക്തമായിട്ട് അവകാശമായിട്ട് മാറുന്നതാണ്. അത് തന്ത്രിക്കുള്ള അവകാശമാണ്. എനിക്കത് വെച്ച് അഡ്വക്കേറ്റ് കമ്മീഷൻ ASP കുറുപ്പ് സാറും പ്രയാർ ഗോപാലകൃഷ്ണൻ സാറുമാണ് എനിക്ക് ഹാൻഡ് ഓവർ ചെയ്ത് തന്നിരിക്കുന്നത്. ഏത് ക്ഷേത്രത്തിന്റെ അതാണ്. കാരണം അത് വീണ്ടും രണ്ടാമത് ഉപയോഗിക്കാൻ പാടില്ല. വേറെ വല്ലയിടത്തും കൊണ്ടുവച്ച് ആരെങ്കിലും എടുത്ത് വേറെ വല്ല കൊടിമരത്തിൽ വെച്ച് അതിന്റെ ദോഷമുണ്ട്, പാപമാണത്. അതുകൊണ്ടായിരിക്കേണ്ടിയിട്ടാണ് തന്ത്രിയുടെ ഉപയുക്തമായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അതിന്റെ തന്നെ ഉണ്ട്, കയ്യിലുണ്ട്. വാജിവാഹനം അപ്പം മൂപ്പര് എടുത്തുകൊണ്ട് പോയി. അതാരുടെ പൊസഷനാണ്? തന്ത്രിയുടെ പൊസഷനാണ്. അപ്പം തന്ത്രിക്ക് ഒരു റൈറ്റ്സും ഇല്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്ത്രിമാർക്ക് കൊണ്ടുപോവാം. ആരെങ്കിലും എടുത്തുകൊണ്ടിട്ട് എവിടെയെങ്കിലും വെച്ചാൽ അത് പാപമാണ്. ഈ പാപവും ഈ പറഞ്ഞ എന്താ പറയുക ശുദ്ധികലശവും ഈ പറഞ്ഞ ക്രിയാവിധികളും ഇതൊക്കെ തന്നെയാണ് ഈ മനുഷ്യന്മാരെ കണ്ണിൽ പൊടിയിടുന്ന ഇവന്മാർ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ്. ആ പേരിൽ തന്നെ അടിച്ചു മാറ്റം നടന്നൂടെ? അപ്പം എന്തുകൊണ്ട് തന്ത്രിമാരെ ഇവിടെ സംശയിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ നേരെ അന്വേഷണം എന്തുകൊണ്ട് പോകുന്നില്ല
എന്നുള്ളൊരു ചോദ്യം ചോദിക്കാതിരിക്കുമോ? അത് ചോദിക്കാതിരിക്കണോ? കൊടിമരം, വാജിവാഹനം, അയ്യന്റെ വെള്ളിക്കുതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഈ ട്രൈബ്സുമായിട്ടൊക്കെ ബന്ധമുള്ള വളരെ പഴക്കമുള്ള ഒരു 10-20 കിലോ വെയിറ്റ് ഉള്ള, ഇന്നത്തെ അതിന്റെ വെയിറ്റിന്റെ വില തന്നെ ഏകദേശം ഒരു എന്താ പറയാ ഒരു 40 ലക്ഷം 1.5 ലക്ഷം രൂപ ഉണ്ട് ഇപ്പോൾ 1 കിലോ വെള്ളിക്ക്. 20 കിലോ വന്നു കഴിഞ്ഞാൽ ഏകദേശം 35-40 ലക്ഷം രൂപ അതിന്റെ ജസ്റ്റ് അതിന്റെ ഉരിക്കാനുള്ള വിലയുണ്ട്. അപ്പം അന്ന് പഴക്കമയുടെ വില എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ്. അപ്പൊ അത്രമാത്രം വിലയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവർ വളരെ സിമ്പിൾ ആയിട്ട് എടുത്ത് തന്ത്രിക്ക് കൊടുത്തിരിക്കുന്നു. അദ്ദേഹം അത് മേടിച്ചുകൊണ്ട് പോയെന്ന് പറയുന്നു. ഇപ്പം പ്രശ്നമൊക്കെ ആയി എല്ലാം കൂടെ ആകെ പെട്ടല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് നേരെ UN ഉണ്ട് തിരിച്ചു കൊണ്ടുപോകുമെന്ന് പറയുന്നത് ആവശ്യപ്പെടുന്നു. അപ്പം ഇതൊക്കെ തികച്ചും വാങ്ങുന്നില്ല തിരിച്ച്. എനിക്ക് തോന്നുന്നു അത് ഒറിജിനൽ ആണോ എന്ന സംശയം. തിരിച്ചു കൊടുക്കാൻ പോകുന്നത് ഒറിജിനൽ ആണോ വാങ്ങാൻ പറ്റില്ല. ഉണ്ടെന്ന് തോന്നുന്നു. ഒറിജിനൽ ഇവര് വിറ്റല്ലോ. ഇപ്പൊ വേറെ ഉണ്ടാക്കിയിട്ട് സിമ്പിളായിട്ട് ഇപ്പം പുതിയ കൊടിമരം ഉണ്ടാക്കിയവരെ കൊണ്ടൊരു കൊടിമരം ആ ഒരു സാധനം തന്നെ വാർത്ത ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ? ആരറിയാനാ? അങ്ങനെയൊക്കെയാണ് ഇവരുടെ തോന്നലുകളെ. കാര്യം ഇതിന്റെ ഡീറ്റെയിലും ഇതിന്റെ പാരമ്പര്യം നമ്മൾ കുറച്ചാൾ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത് തിരിച്ച് മേടിച്ചു വെച്ചാൽ ഏതെങ്കിലും യൂറോപ്പിലോ ഈജിപ്തിലോ ഒക്കെ നടക്കുന്ന ഏതെങ്കിലും മ്യൂസിയത്തിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനിനകത്ത് ഇത് തന്നെ ചിലപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ആയിരിക്കും പോയി തിരിച്ചു കൊണ്ടുവരുന്നത്. അന്നേരം ഇവര് എന്തോ ചെയ്യും? കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല. ഇന്നത്തെ കാലമാണ്, ഇന്നത്തെ ടെക്നോളജിയുടെ കാലമാണ്. ഒരു സാധനം ഫോട്ടോ ഇമേജസ് ഒക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നതാണ്. അപ്പൊ നിസ്സാരമായിട്ടൊന്നും മനുഷ്യരെ പറ്റിക്കാൻ പറ്റുന്ന ഒരു പഴയ കാലമല്ല. പഴയ കാലത്തൊക്കെ ഇവരൊക്കെ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇദ്ദേഹം അവകാശമാണെന്നും പറഞ്ഞ് പഴയ നമ്മുടെ എന്താ പറയുന്ന പ്രസിഡന്റും ഒക്കെയാണ് ഇവർക്ക് എടുത്തു കൊടുത്തെന്നാ പറയുന്നത്. മറ്റേ ആ ഒരു കമ്മീഷണറും എല്ലാം കൂടെ തന്ത്രിക്ക് എടുത്തു കൊടുത്തെന്നാ പറയുന്നത്. എന്ത് അധികാരത്തിൽ അത് എടുത്തു കൊടുത്തിരിക്കുന്നത്? കൊടുക്കണേ അതിനൊരു തീരുമാനം വേണ്ട, ഒരു ബോർഡ് തീരുമാനം വേണം, അല്ലെങ്കിൽ ഒരു ഭക്തജനങ്ങളുടെ ഇത് വേണം, അല്ലെങ്കിൽ ഒരു ദേവപ്രശ്നം വേണം. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഈ സാധനമൊക്കെ ഇതുവരെ കാലാകാലങ്ങളിൽ താഴ്മൺ കുടുംബത്തിൽ എത്രമാത്രം ക്ഷേത്രങ്ങളുടെയും കൊടിമരങ്ങളുടെയും പ്രതിഷ്ഠ നടന്നിട്ടുണ്ട്. ഈ പ്രതിഷ്ഠ നടന്നെല്ലാം ഇവരുടെ വീടുകളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? ഇവർ ഇതിന്റെ ഒരു മ്യൂസിയം പോലെ വെച്ചിരിക്കുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് കാലാകാലങ്ങളിൽ 200 കൊല്ലമായിട്ടോ അല്ലെങ്കിൽ 150 കൊല്ലമായിട്ടോ ഞങ്ങളുടെ തന്ത്രത്തിൽ നടന്നിരിക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളുടെയും ഇളക്കി മാറ്റപ്പെട്ട വിഗ്രഹങ്ങൾ, വാജിവാഹനമാണെങ്കിലും കാളയാണേലും നന്ദിയാണേലും ഗരുഡവാഹനമാണേലും ഒരു വർഷത്തിൽ തന്നെ ഒരു 50 പ്രതിഷ്ഠ അവർക്ക് നടക്കുന്നുണ്ട്. ഈ വാഹനങ്ങളെല്ലാം ഞങ്ങളുടെ വീടുകളിലുണ്ട്. ഞങ്ങളുടെ വീടുകളിൽ ഇങ്ങനെ ഒരു പ്രതിഷ്ഠ, ഇങ്ങനെ എന്താ പറഞ്ഞ ഒരു മ്യൂസിയം പോലെ ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഈ പഴയ സാധനങ്ങളൊക്കെ അവിടെയുണ്ട് എന്നിവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു സത്യസന്ധമായ ഇടപാടാണ്. ഇതുവരെ കേരളത്തിലെ ഒരു വിഗ്രഹം പോലും അവർ കൊണ്ടുവന്ന് അവിടെ വീടുകളിൽ അവർക്ക് കാണിക്കാൻ പറ്റുമോ? ഇതെല്ലാം മേടിച്ചോണ്ട് പോകുക, അപ്പോഴേ വിറ്റ് പറഞ്ഞ യൂറോപ്പിലോട്ടോ അമേരിക്കയിലോട്ടോ ഈജിപ്തിലോട്ടോ മറ്റു പല സ്ഥലങ്ങളിലേക്കും പോവാം. നമ്മുടെ ഇവരുടെയൊക്കെ ഈജിപ്ത് യാത്രയും ഇങ്ങനത്തെ എന്താ പറയാ യൂറോപ്യൻ കൺട്രീസിലെ യാത്രകളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ളതും ഈ ദേവസ്വം ബോർഡിന്റെ പല ആൾക്കാരുടെയൊക്കെ ഇതുമായിട്ട് നമ്മൾ ചേർത്ത് വായിക്കണം. ഈ പറഞ്ഞ പോറ്റിവർഗങ്ങളുടെയൊക്കെ കേട്ടല്ലോ. ഈ പറഞ്ഞ ഒരുപാട് ഐറ്റംസ് ഇവിടുന്ന് പല ടൈമിലായിട്ട് കാണാതെ പോയിട്ടുണ്ട്. ആ കാണാതെ പോയതിൽ പലതും ഈ പറഞ്ഞ തന്ത്രിമാരറിഞ്ഞുകൊണ്ട് തന്നെ കാണാതെ പോയ ഐറ്റങ്ങളാണ് എന്നുള്ളത് ഏറെക്കുറെ നമുക്ക് മനസ്സിലായതാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും തന്ത്രിമാരിലേക്ക് SIT എത്തണം. ചുമ്മാ ഒരു ചോദ്യം ചെയ്യൽ മാത്രം വിളിപ്പിച്ച് വിട്ടാൽ പോരാ, അവരെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യണം. തന്ത്രിമാരും ജാലഹള്ളി ശ്രീരാംപുരമുള്ള ഈ പറഞ്ഞ അയ്യപ്പ ക്ഷേത്രവുമായിട്ടുള്ള അവരുടെ ബന്ധം ഉണ്ണികൃഷ്ണ പോറ്റി ആരിലൂടെ ശബരിമലയിലേക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയി, തന്ത്രി വഴിയാണെങ്കിൽ ഏതാണ് ആ തന്ത്രി, ഇതെല്ലാം പറയണ്ടേ? ഇതിപ്പോൾ എന്താ പറയുന്നത്? 2007 മിനിസ്റ്റർ ആരാ? അച്യുതാനന്ദൻ. 2007 ദേവസ്വം മന്ത്രി ആരാ? ജി സുധാകരനോ അച്യുതാനന്ദനോ മറ്റേ വിളിച്ചുകൊണ്ട് പോകുന്നതാണോ ഇവിടെ ഇയാളെ? ഉണ്ണികൃഷ്ണ പോറ്റിയെ കൊണ്ടുവന്നത് ഒരു തന്ത്രിയാണ്. അതാണ് ഫോക്കസ് ചെയ്യണ്ടേ. അല്ലാതെ ഇതിനകത്ത് രാഷ്ട്രീയക്കാരും മേ ബി അവർക്ക് ഹാൻഡ് ഉണ്ടാവും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതൊക്കെ ഒരു തേർഡ് ഓർ സെക്കൻഡ് ലൈക്ക് അങ്ങനത്തെ പൊസിഷനാണ്. പ്രൈമറി പൊസിഷനിൽ ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണ പോറ്റിയുടെ മുകളിലുള്ളത് തന്ത്രിമാരിൽ ഒരാളാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തന്ത്രിമാരാണ്. അതൊക്കെ മുകളിൽ ആര് എന്നുള്ള ചോദ്യത്തിലേക്ക് പോകുമ്പോഴാണ് എഗെയിൻ വീണ്ടും കറങ്ങി തിരിഞ്ഞ് സോണിയാഗാന്ധിയിലേക്ക് എത്തുന്നത്. വൈ? ബിക്കോസ് ഇറ്റലി, അവിടുത്തെ ആൻറ്റിക് ഷോപ്പ്, ഇവർ കാണാൻ പോയതിന് സോണിയാഗാന്ധിയുടെ കയ്യിൽ പോയി ചരട് കെട്ടിക്കൊടുത്തതിനെ കുറിച്ചിട്ട് ഇപ്പോഴും കോൺഗ്രസിന് ഒരു ഉത്തരം പറയാനില്ല. ഒരാളോട് ചോദിക്കുമ്പോൾ ഒരാൾ മറ്റേ പറയും, മറ്റേയാളോട് ചോദിക്കുമ്പോൾ ഇപ്പുറത്ത് പറയും. ഇപ്പം എല്ലാം കൂടി പറയും, ബ്രിട്ടാസിനെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് എന്തിന് 2017 സോണിയാഗാന്ധിയെ പോയി കണ്ട് ഈ ഉണ്ണികൃഷ്ണ പോറ്റി കയ്യിൽ ഈ കെട്ടിക്കൊടുത്തത് എന്തിനാന്നുള്ള ചോദ്യം വന്നപ്പോൾ ന്യൂസിലിരുന്നു കൊണ്ട് കോൺഗ്രസിൻ്റെ മൗത്ത് പീസ് പറയുകയാണ്, സോണിയാഗാന്ധിക്ക് വയ്യാതായപ്പോൾ കയ്യിൽ ചരടി കെട്ടിക്കൊടുക്കാൻ പോയതാണ് ഉണ്ണികൃഷ്ണ പോറ്റിന്ന്. ഇതാണോടെ ന്യായം? സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയ കാര്യം അതെപ്പോഴാ? 2017
അന്ന് പോറ്റി കള്ളനായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സോണിയാഗാന്ധിക്ക് ഗുരുതരമായിട്ടൊരു അസുഖം വന്നപ്പോ സ്വാഭാവികമല്ലേ, താൻ പാതി ദൈവം പാതി എന്ന് പറയപ്പെടുന്ന പോലെ മരുന്നുകളോടൊപ്പം ദൈവത്തെയും ആശ്രയിച്ചിട്ടുണ്ടാകും. ശബരിമല പോലെ വിളിച്ചാൽ വിളിപ്പുറത്ത് കിട്ടുന്ന ദൈവം, ഏതെങ്കിലും തരത്തിലൊരു കാര്യം ചിന്തിച്ചാൽ അത് പരിഹരിക്കപ്പെടുന്ന ദൈവം, ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്ന പറഞ്ഞേക്കരുത്. അങ്ങനെയുള്ള അയ്യപ്പന്റെ ശ്രീകോവിലിനകത്ത് സഹായിക്കാൻ നിൽക്കുന്ന ഒരാൾ ഒരു പൂജിച്ച ചരട് കൊണ്ടുവന്ന് അതിനങ്ങനെ കണ്ടാ മതി. മറിച്ച് അന്ന് പോറ്റിക്കെതിരായി കേസുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ തർക്കമുണ്ടോ? അല്ല, അന്ന് പോറ്റിക്കെതിരായി കേസുണ്ടോ എന്നുള്ളത് ഫാക്ട് ആണ്, അതൊരു ചോദ്യമാണ്. പക്ഷെ ബാക്കിയൊക്കെ പറഞ്ഞതിനോടൊക്കെ എനിക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അയ്യപ്പന്റെ ദൂതനായിട്ടാണോ പോറ്റി അവിടെ ഫോട്ടോ എടുക്കാൻ പോയത്? എനിക്ക് മനസ്സിലാകുന്നില്ല. പോറ്റി പൂജിച്ച് സന്നിധാനത്തോട് കൊണ്ടുപോയ ചരടാണോ? ഇതൊക്കെ ഏൽപ്പിച്ചതാണോ? ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുക. ഷഫീറിന് എവിടുന്ന ഈ വിവരം? ശ്രീ ഷഫീർ, ഒരു മിനിറ്റ് കേക്ക്. 2019 സോണിയാഗാന്ധിയെ കണ്ടു എന്ന് പറഞ്ഞ സമയത്ത് അടൂർ പ്രകാശിനോടും പോറ്റിയോടും പറഞ്ഞോ സ്വർണം കറ്റ് വിൽക്കാൻ പറഞ്ഞോ? അങ്ങനെ ഒരു ആരോപണം നിങ്ങൾക്കുണ്ടോ? സ്വർണം കട്ടതിൽ തീർച്ചയായും കളവ് കണ്ടുപിടിച്ച കാലഘട്ടം എന്ന് പറയുന്നത് 18-19 കാലഘട്ടമാണ്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ മോഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്വർണം അവിടുന്ന് നഷ്ടപ്പെട്ടത് ഇടതുപക്ഷ സർക്കാർ കേരളം ഭരിക്കുമ്പോഴാണ്. അത് ഇടതുപക്ഷ മന്ത്രി ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോഴാണ്, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി ദേവസ്വം പ്രസിഡന്റ് ഇരിക്കുമ്പോഴാണെന്ന കാര്യത്തിലൊന്നും നമുക്ക് തർക്കമില്ല. പക്ഷെ ഇപ്പോ ഷഫീർ പറഞ്ഞ ഈ കാര്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അതിനകത്ത് ക്ലാരിറ്റി വേണ്ടതുണ്ട്. ശബരിമല അയ്യപ്പനെ അവിടുന്ന് പൂജിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടുവന്ന സോണിയാഗാന്ധിക്ക് അസുഖം മാറാൻ കൊണ്ടുവന്ന ചരടാണ് എന്നുള്ളതൊക്കെ താങ്കൾ പറയുമ്പോൾ എനിക്ക് കൗതുകം തോന്നുകയാണ് കേട്ടോ. ഇത് എവിടുന്നാണ് ഈ വിവരം? കമ്മികൾ പോലും ഇറക്കില്ല ഇത്രയും ദുരിതം പിടിച്ചൊരു ക്യാപ്സ്യൂള്. മനസ്സിലായോ? സോണിയാഗാന്ധിയുടെ സിസ്റ്റർമാർക്കെതിരെ ഇവിടെ ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമി അവർക്ക് ഇറ്റലിയിൽ ആന്റിക് ഷോപ്പ് ഉണ്ടെന്നും അവിടെ ആന്റിക് ഷോപ്പ് വഴി ഇന്ത്യയിലുള്ള ഒരുപാട് പുരാവസ്തുക്കൾ അവർ സ്മഗിൾ ചെയ്ത് വിൽക്കുന്നു എന്നുള്ള ആരോപണം പറഞ്ഞ് അത് CBI ഏറ്റെടുത്ത് അതിൻ്റെ അന്വേഷണം ഇറ്റലി വരെ പോയി തിരിച്ചു വന്നിട്ടും ഈ പറഞ്ഞ സോണിയാഗാന്ധി വായിൽ വിരലിട്ട് കുത്തിയാലടക്കം ഒരു ഡീഫേമേഷൻ കേസ് അല്ലെങ്കിൽ ഏതെങ്കിലും വേദിയിൽ ഇതിനെക്കുറിച്ച് ഒരു 2 വാക്ക് പോലും മിണ്ടിയിട്ടില്ല. എന്നിട്ട് കോൺഗ്രസിൻ്റെ മൗത്ത് പീസായ സഫീറിന് അവിടെ ഇരുന്നിട്ട് ഈ പറഞ്ഞ സോണിയാഗാന്ധിക്ക് വയ്യായിക വന്നപ്പോൾ പോറ്റി ചരട് വെട്ടി കൊടുക്കാൻ പോയി എന്നൊക്കെ പറയാൻ നാളുണ്ടോന്നേ ചോദിക്കാനുള്ളൂ. നാളെ ഇത്തിരി ഉളുപ്പ്. പോറ്റി ആരുടെ? MBBS FRCS കൊടുത്ത MD ഡോക്ടറാ? അല്ല, സഫീർ പറഞ്ഞ ഒരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം. സോണിയാഗാന്ധിക്ക് അയ്യപ്പനെ കാണണം തോന്നി, അയ്യപ്പനെയും പൊക്കിയെടുത്ത് കൊണ്ടുപോയി. അത് വിഗ്രഹം കൊണ്ടുപോയി അയ്യപ്പൻ്റെ സ്വർണം കൊണ്ടുപോയി കൊടുത്തു നമുക്കറിയാൻ പാടില്ല. കാരണം കാട്ടുകള്ളനാണ് ഉണ്ണികൃഷ്ണ പോറ്റി. മനസ്സിലായ? ഉണ്ണികൃഷ്ണ പോറ്റി സോണിയാഗാന്ധി അയ്യപ്പനെ വയ്യായിക ഇരുന്ന സമയത്ത് ചിലവരുണ്ടാവുമല്ലോ ഈ വയസ്സാം കാലത്ത് വയ്യായിക വരുമ്പോൾ അയ്യോ രാമകൃഷ്ണ എന്നൊക്കെ പറഞ്ഞ അയ്യപ്പ എന്ന് പറഞ്ഞിരിക്കുന്നത്. വിളിച്ചാ വിളിപ്പുറത്തല്ലേ? അപ്പോൾ ഉണ്ണികൃഷ്ണ പോറ്റി പോയിട്ട് സോണിയാഗാന്ധി വിളിക്കുന്നുണ്ട്, ഒന്ന് വരും അയ്യപ്പ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ എടുത്താണ് കൊണ്ടുപോയിട്ടുണ്ടാവും. ഇങ്ങനെ ഇവന് പറയാന്നുണ്ടെങ്കിൽ ഇതും പറഞ്ഞൂടെ? അങ്ങനെയും പറയാം. ഇയാൾ എവിടുന്നാണ് ഈ ന്യായീകരണമൊക്കെ ആയിട്ട് വരുന്നത്? സ്വയം മാറാൻ നാളൊമാനും ഉളുപ്പും വേണ്ടേ? സോണിയാഗാന്ധിക്ക് വയ്യായിക്ക് വന്നപ്പോൾ കയ്യിൽ ചരടി കെട്ടിക്കൊടുക്കാൻ പോയതാ അത്ര ഉണ്ണികൃഷ്ണ പോറ്റി. ഇല്ല, ഡയറിക്കുള്ള 2 മരുന്ന് എഴുതി കൊടുത്തു. അപ്പം എന്ത് അയ്യപ്പൻ്റെ 2 മറ്റേ ഗുളികയും മറ്റേ ഉരുളുരുട്ടിയതും മറ്റേ അരവണയിലിട്ട് കഴിച്ചപ്പോൾ വയ്യായിക്കാണ് മാറി. ഇതൊക്കെ ജനങ്ങൾ കഴിക്കൊന്നും കാണുന്നുമില്ലേ? എന്ത് മഴുകലാണ് ഇതൊക്കെ? സ്റ്റിൽ ഞാൻ പറയുന്നു, ഇവിടുത്തെ ഇരട്ടച്ചങ്കന് പിണറായി വിജയന് ഇത്തിരിയെങ്കിലും ആ ചങ്കിൽ ഏതെങ്കിലും സൈഡിൽ ജീവൻ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ, ധൈര്യം ഉണ്ടെങ്കിൽ സോണിയാഗാന്ധിക്ക് കൂടി ഒരു അന്വേഷണം, ഒരു ചോദ്യം ചെയ്യൽ, എന്തെങ്കിലും ഒരു രീതിയിൽ SIT അപ്രോച്ച് ചെയ്ത് ഹൈക്കോടതി ഈ കാര്യങ്ങൾ അറിയിച്ച് ഇതിനായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് നോക്കാൻ പറയണം. കാരണം ഇത് ഉണ്ണികൃഷ്ണ പോറ്റി മോദീൻ്റെ അടുത്ത് പോയിട്ടില്ല, പിണറായി വിജയൻ്റെ വീട്ടിൽ പോയിട്ടില്ല, രാഹുൽ ഗാന്ധിൻ്റെ അടുത്ത് പോയിട്ടില്ല, ഈ നാട്ടിലുള്ള പ്രഗത്ഭരായിട്ടുള്ള ഒരു നേതാക്കന്മാരുടെ വീട്ടിലും പോയിട്ടില്ല, ആർക്കും ചരട് കെട്ടിക്കൊടുത്തിട്ടില്ല. വൈ സോണിയാഗാന്ധി? ഇനി അതിന് പറഞ്ഞു വരല്ലേ എഗെയിൻ ഈ പനിയാണ് മറ്റതാണെന്നൊന്നും പറഞ്ഞു വരല്ലേ.
കഷ്ടമുണ്ട് എന്താണെങ്കിലും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ എല്ലാ അവസാനം മറ്റേ ഇത് കഴിയുമ്പോഴത്തേക്ക് ഇലക്ഷനും പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ശബരിമലയിലെ അയ്യപ്പൻ തന്നെ സ്വയം സ്വർണവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു മൂഡ് പോലെ തോന്നിയപ്പോഴേ അയ്യപ്പൻ സ്വയം വിഗ്രഹത്തിൽ നിന്ന് തന്നെ ഇറങ്ങി സ്വർണ്ണമൊക്കെ മേത്തിട്ടിട്ട് കുളുമണാലിക്ക് ടൂറ് പോയി എന്ന് പറയാതിരുന്നാൽ മതിയെന്ന് ഞങ്ങൾ ഇനിയും പറഞ്ഞു കളയും.